ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ഞാൻ തേങ്ങാമുറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അധിക വീഡിയോയിലും ഞാൻ ഈ തേങ്ങാമുറിയിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അതിൻ്റെ റെസിപ്പി കാണിച്ചില്ല എന്നുള്ള ഈയിടെ ഒരാളുടെ കമൻറ്റ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എന്തായാലും തേങ്ങാമുറി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ആദ്യം സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഒരു 3/4 കിലോളം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ് കേട്ടോ. മുട്ട ഒന്ന് പുഴുങ്ങി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും നമ്മളിതിൽ കുക്കറിൽ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം എടുക്കണമല്ലോ. അപ്പോൾ അത് വേവിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ആവിയിൽ വേവിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 വിസിലടിച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേവുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കീമയാണ് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിപ്പയിലിട്ട് ഊറ്റിയെടുക്കണം. അതിൽ നല്ലോണം വെള്ളം നിൽക്കും. അപ്പോൾ അത് ആ ഒരു വെള്ളത്തിൻ്റെ എല്ലാം പോയതിന് ശേഷമാണ് നമ്മളിത് വേവിക്കേണ്ടത്. അപ്പോൾ പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കീമ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബീഫ് കീമ. എന്നിട്ട് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ആ വേവിക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ചൊന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിന് ഒരുപാട് ടൈം എടുക്കില്ല. കീമ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. നിങ്ങളിപ്പോൾ വലിയ പീസായിട്ടുള്ള ബീഫാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അത് വെന്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൽ കീമയിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ വേവ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഈ ഒരു കീമ നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ ഒരു വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയ ശേഷമാണ് ഇതിലേക്ക് സവാളയും മറ്റ് സാധനങ്ങളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അത്ര വരെ നമ്മൾ വേവിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ പാകത്തിൻ്റെ വേവ്. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ സാധനവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ജീരകപ്പൊടിയാണ് ചേർത്തത്. ജീരകപ്പൊടി ആയാലും മുഴുവനുള്ളതായാലും നമുക്കിത് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം ഗരം മസാല ഗരം മസാല, ബീഫ് മസാല, അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിലോട്ട് മല്ലിയിലയാണ് ചേർത്തത്. മല്ലിയില ഇടുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. മല്ലിയില, കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർക്കുന്നതല്ല, കുറേശ്ശെയായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഒന്നിച്ച് ഇതിടണ്ട. ആദ്യം കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയ ശേഷമാണ് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫാണെങ്കിലോ 1/2 കിലോ ആണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം റെഡി ആയതിനു ശേഷം ഫ്ലെയിം ഓഫാക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങിലിട്ട് മിക്സാക്കുന്നത്. പക്ഷേ അതിൽ ഒരു ഫ്ലേവർ വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഇതുപോലെ ഈ ഒരു ബീഫിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ഫ്ലേവർ ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങും ഇതിലിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സായ ശേഷം നമ്മളിതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം.
പിന്നെ ഈ ഒരു മസാലയിൽ ക്യാരറ്റെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ, ബീഫ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കീമേനേക്കാളും. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് മീറ്റ് കുറച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കീമയാകുമ്പോൾ നമ്മൾക്ക് അധികം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങാമുറിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മസാല എടുത്തിട്ടുണ്ട്. അതൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. കയ്യിൽ കുറച്ച് ഓയിൽ തടവി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒരു മുട്ടയും വെച്ച് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടെ നമ്മൾ മസാല വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ഉന്നക്കായൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ 2 കൈയിൻ്റെയും നടുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും നല്ല രീതിയിലായിട്ട് കിട്ടും. പിന്നെ ഈ മസാല വെക്കുമ്പോൾ ഒരുപാട് തെളുപ്പാക്കാൻ പാടില്ല. കുറച്ചൊക്കെ കട്ടിയിൽ വേണം നമ്മളിത് വെക്കാൻ. അപ്പോഴേ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കിയ ശേഷം നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ അധികം ആൾക്കും ഈ ഒരു തേങ്ങാമുറി ഉണ്ടാക്കുമ്പോൾ പറ്റുന്നത് പൊട്ടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ പൊട്ടാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിൽ നിന്ന് 2 പീസായിട്ട് കിട്ടുമല്ലോ, അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇതാ നമ്മൾക്ക് ഇനി ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൈദയിലാണ് കേട്ടോ ഡിപ്പാക്കുന്നത്. മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ആണെങ്കിൽ അത് യൂസാക്കാം. പിന്നെ മുട്ട വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. മുട്ടയും മൈദയും കോൺഫ്ലോറും ഉപയോഗിക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലായിടത്തും കവർ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് മൈദയും ബ്രെഡ് പൊടിയൊക്കെ ഇട്ട് കവർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറന്തോടി കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇത് ബ്രെഡ് പൊടി ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടണം. അതിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് നല്ലോണം ആയി കിട്ടണം. അല്ലെങ്കിൽ ആ ഒരു സൈഡ് പൊട്ടിപ്പോവും. നമ്മൾ ഓയിലിടുമ്പോൾ അധികം ഉണ്ടാകുന്നത് അതാണ്. ഈ 2 സൈഡിലേക്കും നല്ലോണം ഈ ഒരു പൊടിയിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പുറന്തോട് കുറച്ചും കൂടെ നല്ല കട്ടിയിലായിട്ടും നല്ല രീതിയിൽ നമുക്ക് പൊട്ടാതെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതാ സ്നാക്കെല്ലാം റെഡി ആയതിന് ശേഷം നമുക്കിതാ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് നല്ല ചൂടായ എണ്ണയിലേക്കായിട്ടാണ് നമ്മൾ പൊരിക്കേണ്ടത്. ചൂട് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു സ്നാക്ക് പൊട്ടിപ്പോവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ചൂട് വേണം. നമ്മൾക്ക് ഇതിൻ്റെ ഉൾഭാഗമൊന്നും വേവിക്കാനുള്ളതല്ല, എല്ലാം റെഡി വെന്തതാണ്. അപ്പോൾ പുറം ഭാഗം മാത്രം നല്ലോണം മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ നല്ല ചൂടായ എണ്ണയിലിടണം. പിന്നെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നീക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ അതിൻ്റെ ചൂട് തട്ടണം. ചൂട് കുറഞ്ഞാലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എല്ലാ ഭാഗത്തും തിരിച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓയിലാക്കിക്കൊണ്ടിരിക്കുക വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇട്ടുടനെ ഇളക്കി എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളിത് കുറച്ച് സമയം ഇത് വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഓയിലായതിനു ശേഷം ഓരോ ഭാഗത്ത് നീക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ. ഇനിയിപ്പോൾ അതാ നമ്മൾക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് നല്ല ചൂട് പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരു ഒരു ഭാഗത്തായിട്ട് വരും, അങ്ങനെയെല്ലാം വരാറുണ്ട്. അപ്പോൾ 2 സൈഡും ഒരുപോലെ ആയിട്ട് നിൽക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ അങ്ങനെയും നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒരു ഹോൾസാക്കി എടുക്കണം. എന്നിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. എന്നാൽ നല്ല രീതിയിൽ കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.